ഏകപക്ഷീയമായി മാത്രം കാര്യങ്ങളെ കണ്ട് ഈരവാദ തരംഗമുണ്ടാക്കി കാര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റി മുതലെടുപ്പ് നടത്തുന്ന ചിലർ അവതരിപ്പിച്ച ഓൾ ഐസ് ഓൺ റാഫ എന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇപ്പോഴത്തെ വലിയ നെഗറ്റീവ് ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഇനിയും ഇതേക്കുറിച്ച് ഇവരൊക്കെ എത്രയധികം വായ്ത്താരികൾ മുഴക്കിയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു യുദ്ധവും ലോകത്ത് സമാധാനം കൊണ്ടുവരത്തില്ലെന്ന ബോധ്യമുള്ള മനുഷ്യർ ഈ തൽപര കക്ഷികളുടെ പ്രൊപ്പഗാൻഡ ക്യാമ്പയിൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റാഫയിലേക്കും ഗാസയിലേക്കും കണ്ണു പായിക്കുന്നുണ്ടായിരുന്നു. അതിനു മുമ്പ് യുക്രൈനിലേക്കും പിന്നെ ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൈസ്തവർ കൂട്ടമായി കൊല ചെയ്യപ്പെടുന്ന നൈജീരിയയിലേക്കും ക്രൈസ്തവർ ആട്ടിയോടിക്കപ്പെട്ട നാഗോർണ കരാബാക്കിലേക്കും മതനിന്ദ ആരോപിച്ച് ക്രൈസ്തവരെ വേട്ടയാടുന്ന പാകിസ്ഥാനിലേക്കും ക്രൈസ്തവരെ കൊന്നുതള്ളി മതതീവ്രവാദികൾ ഇസ്ലാമികവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന നൈജറിലേക്കും ബുർക്കിന ഫസോയിലേക്കും കോങ്കോയിലേക്കുമെല്ലാം ആത്മാർത്ഥമായി തന്നെ അവർ നോക്കുന്നുണ്ടായിരുന്നു. നിർഭാഗ്യവശാൽ അത്തരം നോട്ടങ്ങളൊന്നും സെലിബ്രിറ്റി പിന്തുണ ഇല്ലാത്തതുകൊണ്ട് ട്രെൻഡായി മാറിയില്ലെന്നേ ഉള്ളൂ. യുദ്ധം നിർത്തണമെന്ന അന്താരാഷ്ട്ര കോടതി നടത്തിയ നിർദ്ദേശത്തെ തൃണവൽക്കരിച്ച് ഭീകരന്മാരുടെ വേരൊറുക്കാൻ ഇറങ്ങിയ ഇസ്രായേൽ കേരളത്തിലെ സെലിബ്രിറ്റികളുടെ ക്യാമ്പയിൻ പേടിച്ച് യുദ്ധം നിർത്തി കണ്ടം വഴി ഓടുമെന്ന ഈ ക്യാമ്പയിൻ സൃഷ്ടാക്കൾ പോലും കരുതുന്നില്ല. സെലിബ്രിറ്റികളുടെ നീക്കം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഓൾ ഐസ് ഓൺ റാഫ എന്ന കോലാഹലമുണ്ടാക്കി ആളെ പേടിപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് റാഫയിൽ സംഭവിച്ചതെന്നും അതിന് എന്താണ് പരിഹാരമെന്നും ചിന്തിച്ച് അതാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കേണ്ടത്. റാഫയിൽ ഹമാസ് ബന്ദികളായി വച്ചിരിക്കുന്ന തങ്ങളുടെ പൗരന്മാരെ മോചിപ്പിച്ചാൽ മാത്രം മതി ഇസ്രായേൽ റാഫ വിട്ട് പിന്മാറും. അതവർ പലതവണ പറഞ്ഞിട്ടുണ്ട്. കണ്ണുകളെല്ലാം റാഫയിലേക്ക് എന്ന ക്യാമ്പയിൻ്റെ തലതൊട്ടപ്പന്മാർക്ക് ആ ബോധമുണ്ടെങ്കിൽ ഈ ക്യാമ്പയിൻ്റെ ടൈറ്റിൽ ഓൾ ഐസ് ഓൺ ഹമാസ് ടെററിസ്റ്റ് എന്ന് തിരുത്തി ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിച്ച് റാഫയിലെ നിരപരാധികളെ രക്ഷിക്കാൻ പറയുക. ഇസ്രായേലിൽ 1500ഓളം നിരപരാധികളെ നിർദാക്ഷിണ്യം കൊന്നൊടുക്കുകയും പാലസ്തീനിലെ ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ ബലികൊടുക്കുകയും ചെയ്തിട്ടും തീരാത്ത ചോരക്കൊതിയോടെ മുന്നേറുന്ന ഹമാസ് തീവ്രവാദികളോട് അടങ്ങാൻ പറയുക. അതല്ലേ ഹീറോയിസം? അതിന് ലോകം കൈയടിക്കും. അല്ലാതെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കോമാളി വേഷങ്ങൾ ഉണ്ടാക്കുന്ന തരംഗം കൊണ്ട് നിങ്ങൾ മാസാണെന്നൊക്കെ തിരിച്ചറിവില്ലാത്തവർ പറഞ്ഞേക്കാം. പബ്ലിസിറ്റി കൊതിച്ച് കുറേ പേർ അതിനോട് ചേർന്നേക്കാം. എന്നാൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം കോമാളി തരംഗത്തിൽ നിന്നും ഒത്തിരി അകലെയാണ് പാലസ്തീനിലെ യാഥാർത്ഥ്യങ്ങൾ.